ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞാണ് മന്ത്രി പ്രസംഗം തുടങ്ങിയത്. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയും. ഗാന്ധിമതം ഒഴിവാക്കിയപ്പോൾ, മുഗൾ ചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയപ്പോൾ അത് മറികടക്കാൻ വേണ്ടി SCERT സ്വന്തം നിലയിൽ ആ പാഠ്യഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഏക സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. They are saying we will not take 1,500 crores of centre's money because they're going to saffronize our education. Then they are lacking in self-confidence. To my mind, Kerala knows how to teach, what issues to teach, what issues not to teach. അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ ഗവൺമെന്റിലെ പ്രൈം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച രണ്ടാമത്തെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിയത് 184 സ്കൂളുകൾ. അവിടെ ഹിമാചൽ പ്രദേശിൽ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയുടെ ഭാഗമായി 4ാം ഘട്ടത്തിൽ ഇതേ MOU, ഒരു മാറ്റവുമില്ലാത്ത MOU. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. അഭിമാന പുരസ്സരമാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ശ്രീ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വേഗത്തിൽ കൂടുതൽ സ്കൂളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ഇപ്പോൾ കർണാടകയിലെ DK ശിവകുമാർ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുന്നത്. തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അവിടുത്തെ സംസ്ഥാന സിലബസാണ് PMC നടപ്പാക്കിയതിനു ശേഷം പിന്തുടരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ PM പോഷൺ ആയാലും PM ഉഷയായാലും അങ്ങനെ 82 കേന്ദ്ര പദ്ധതികളിൽ 17 എണ്ണത്തിന്റെയും പ്രീഫിക്സായി PM എന്നുണ്ട്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്, അല്ലാതെ നരേന്ദ്രമോദി NM എന്നല്ല.